നമസ്കാരം ട്രേഡേഴ്സ്. ഈ ഒരു ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ദിവസമാണ് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്കുള്ള നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക്. കഴിഞ്ഞ ആഴ്ചകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വളരെ മികച്ച ഒരു GDP ഡേറ്റ വന്നതും ഏറെ നാളുകളായിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ലാതിരുന്ന HDFC ബാങ്ക് മൂവ് ചെയ്തതും കാരണം ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു മാസമാണ്. അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യനെ സംബന്ധിച്ച് നമ്മുടെ ഇലക്ഷൻ അടുത്ത മാസമുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ഇലക്ഷൻ, ഏകദേശം 20-ലധികം, ബ്രിട്ടൻ ഉൾപ്പെടെ 20-ലധികം രാജ്യങ്ങളിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള സംഗതികൾ നമ്മൾ കാണേണ്ടി വരും. ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു സംഗതി കണ്ടത് ബിറ്റ്കോയിൻ 20,000 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് 63,000 എന്ന റേഞ്ചിലേക്ക് പറന്ന് പോയതാണ്. ഇന്ത്യൻ മാർക്കറ്റിലും വിക്സ് 15-ന് മുകളിലായതുകൊണ്ട് വലിയ തോതിൽ നമുക്ക് വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നലെ നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് കാരണമായിരുന്നു ഇന്നലെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇത് ഇന്നലെ നിശ്ചയിച്ച കാര്യമല്ല. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉദ്ഘാടന സമയത്ത് നിശ്ചയിച്ചതായിരുന്നു. ആ ഒരു സമയത്ത് തിങ്കളാഴ്ച ബോംബെ മഹാരാഷ്ട്രയിൽ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് അന്ന് നടത്തേണ്ടിയിരുന്ന ആ ഒരു ടെസ്റ്റ് നടന്നില്ല. അന്ന് ശനിയാഴ്ച ഫുൾ ഡേ മാർക്കറ്റായിട്ട് പരിഗണിച്ചു. അതുകൊണ്ട് ഇന്നലെ നടത്തി. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡാണ്. ഈ ഒരു മാർച്ച് 15-ാം തീയതിക്ക് മുമ്പ് അഡ്വാൻസ് ടാക്സ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാർച്ച് 31-ന് മുമ്പ് ടാക്സ് ബെനിഫിറ്റ് കിട്ടാനായിട്ട് ELS മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ സാധിക്കും. 50,000 രൂപക്ക് നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം തന്നെ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സമയമാണിത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റി വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. കാരണം കുറച്ച് സമയമാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വെള്ളിയാഴ്ചയിലെ ക്ലോസിൽ നിന്ന് 60 പോയിൻറ്റ് ഉയർന്ന് 22,378-ലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്, 60 പോയിൻറ്റ് അപ്പിലായിട്ട്. ഇന്നലെ നമ്മളുടെ കൊച്ചിയിൽ വെച്ചിട്ട് ഓഫ്ലൈൻ ക്ലാസ് നടന്നു. ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ആളുകൾ വന്നു. നിലവിൽ നമ്മളുടെ ഓഫീസ്, നമ്മളുടെ ബ്രാഞ്ച് കോഴിക്കോടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ലക്ഷ്യം ട്രിവാൻഡ്രത്ത് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഇനി കഴിഞ്ഞ ആഴ്ചയിലേക്ക് സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മീഡിയ 5% ഇടിഞ്ഞു, IT 1.5% ഇടിഞ്ഞു, ഫാർമ റെഡിൽ ക്ലോസ് ചെയ്തു, മെറ്റൽ, ഓട്ടോ തുടങ്ങിയ സെക്ടേഴ്സ് ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIS കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസം സെല്ലിംഗ് നടത്തി. 285, 1,500, 1,800 കോടി രൂപ. വ്യാഴാഴ്ച ദിവസം 3,500 കോടി രൂപയുടെ അതിശക്തമായ ഒരു ബൈയിങ് കാരണമാണ് ശക്തമായി മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. കൂടാതെ തന്നെ അവസാന ദിവസം 128 കോടി രൂപയ്ക്ക് ബൈ നടത്തി. DIs വ്യാഴാഴ്ച 230 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും തന്നെ അവർ ബൈയിങ് നടത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം 5 കോടി രൂപയുടെ സ്ലൈറ്റ്ലി സെല്ല് നടത്തി. അവസാന ദിവസം 3,800 കോടി രൂപയുടെയൊക്കെ സെല്ല് DIs നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം ബുള്ളിഷാണ്. കഴിഞ്ഞ ആഴ്ചയിലെ വെഹിക്കിൾ അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് L&T 8%, ടാറ്റ സ്റ്റീൽ 7%, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കൺസ്യൂമർ, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും വീക്കിലി അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് അപ്പോളോ ഹോസ്പിറ്റൽ 10% ഇടിഞ്ഞു, ബജാജ് ഓട്ടോ 5%, ഏഷ്യൻ പെയിൻറ്റ് 5%, L&T, ഡിവിസ് ലാബ് തുടങ്ങിയ കമ്പനീസ് 4 മുതൽ 5% ഇടിവ് രേഖപ്പെടുത്തി. ഇനി മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. പേടിഎം ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് പേടിഎമ്മിന് ഏകദേശം ഒരു 5.49 കോടി രൂപയുടെ പെനാൽറ്റി ചുമത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ഡോക്ടർ റെഡ്ഡിക്ക് ന്യൂജേഴ്സിയിൽ ഒരു പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഡോക്ടർ റെഡ്ഡി ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ GST കൗൺസിൽ GST കളക്ഷൻ 1,68,337 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12% ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. HJ ഇൻഫ്രാ കമ്പനി സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 447 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന കമ്പനി നോക്കിരി, ജീവൻ സാത്തി, അതല്ലെങ്കിൽ 99 ഏക്കർ തുടങ്ങിയ ആപ്പിൻ്റെ തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് ഇൻഫോ എഡ്ജ്, ഈ ആപ്പുകളെല്ലാം തന്നെ ഒരു നോട്ടീസും കൂടാതെ ഗൂഗിൾ
പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഫെവിക്കോളിൻ്റെ എല്ലാം തന്നെ നിർമ്മാതാക്കളാണ്. അപ്പോൾ അവരുടെ പുതിയ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പുതിയ അഡ്ഹസീവ് പ്രൊഡക്റ്റ് ഫെവിക്വിക്ക് ജെല്ല് കമ്പനി ലോഞ്ച് ചെയ്തു. L&T കമ്പനിക്ക് 13,368 കോടി രൂപയുടെ ഒരു ഓർഡർ എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. ടിപ്സ് ഇൻഡസ്ട്രീസ് വാർണർ മ്യൂസിക് എന്ന് പറയുന്ന ഗ്ലോബൽ മ്യൂസിക് ബ്രാൻഡായിട്ട് ടിപ്സ് ഇൻഡസ്ട്രീസ് ടൈപ്പ് ചെയ്തു. ഓറബിൻഡോ ഫാർമ അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ടോറൻറ്റ് ഫാർമ 338 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഒരു പ്ലാന്റിൻ്റെ ഓർഡർ അവർക്ക് കിട്ടി. ജിയോ പ്ലാറ്റ്ഫോം ഈ തവണത്തെ മികച്ച ഒരു ടെലികോം കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് ജിയോക്ക് കിട്ടി. സൺഷൈൻ ക്യാപിറ്റൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 7:1 എന്ന റേഷ്യോയിൽ ഒരു സ്റ്റോക്ക് 7 സ്റ്റോക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാകും. KP എനർജി കമ്പനി പുതിയൊരു പ്രൊജക്റ്റ് അവർ സിദ്പൂറിൽ അവർ തുടങ്ങുന്നുണ്ട്, അവരുടെ പുതിയൊരു പ്ലാന്റ്. വിംത ലാബ് കമ്പനിക്ക് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 400 കോടി രൂപയുടെ ഒരു ഇൻസെൻറ്റീവ് ഇവരുടെ ഫുഡ് ടെസ്റ്റിംഗ് പ്ലാന്റിന് വേണ്ടിയിട്ട് കൊടുത്തു. JSW സ്റ്റീൽ ഇറ്റലിയിൽ അവരുടെ പുതിയ സ്റ്റീൽ പ്രൊഡക്ഷൻ നിലവിലുള്ള പ്ലാന്റായിരുന്നു. അപ്പോൾ അവരുടെ പ്ലാന്റ് റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ന്യൂസ്. ഏഷ്യൻ പെയിൻറ്റ് ഗ്രാസിമെല്ലാം തന്നെ പുതിയ പെയിൻറ്റ് നിർമ്മാണശാല തുടങ്ങിയപ്പോൾ കോമ്പറ്റീഷൻ വളരെയധികം ശക്തമായതുകൊണ്ട് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി ഏഷ്യൻ പെയിൻറ്റ് കഴിഞ്ഞ ദിവസം റാലി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായിട്ടും മധ്യപ്രദേശിൽ ഇവരുടെ പുതിയ പെയിൻറ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദ്വാർഗിഷ് ഷുഗർ കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബോർഡ് മീറ്റിംഗ് മാർച്ച് 8 വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർച്ച് 4 പ്രത്യേക ഈവൻറ്റുകളൊന്നുമില്ല. മാർച്ച് 5 US നിന്ന് സർവീസ് PMI, ചൈനയിലെ സർവീസ് PMI, ജർമ്മനിയിലെ സർവീസ് PMI, UK സർവീസ് PMI ഉണ്ട്. മാർച്ച് 6 US നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച്, കൂടാതെ തന്നെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചേഞ്ച് ഡേറ്റ US നിന്ന്, UK നിന്ന് കൺസഷൻ PMI. മാർച്ച് 7 US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ചൈനയിലെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡേറ്റ, യൂറോസോണിൻ്റെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ഡിസിഷൻ, അത് മേജർ ഈവൻ്റാണ്. മാർച്ച് 8 കൺസ്യൂമർ ക്രെഡിറ്റ് ഡേറ്റ, യൂറോസോണിൻ്റെ GDP, ജർമ്മനിയിലെ PPI മാർച്ച് 8 എല്ലാം തന്നെ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാന ഈവൻ്റ് ഒന്നും അടുത്ത ആഴ്ചയിലില്ല. ഇന്ത്യയുടെ ഗ്രോത്ത് ഡേറ്റ ഉണ്ട്, അത്ര വലിയ ഒരു ഈവൻ്റ് ഉള്ളൊരു ഡേറ്റയല്ല. ഇനി ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഈവൻ്റുകളുള്ളത്. ഇനി നമുക്ക് പല ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ആദ്യം നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 183 പോയിൻറ്റിൻ്റെ പ്ലസ്സായിട്ട് ക്ലോസ് നടത്തി. ഡോ 90 പോയിൻറ്റിൻ്റെ പ്ലസ്സായിട്ട് ക്ലോസ് നടത്തി. ഇന്ത്യ വിക്സ് കഴിഞ്ഞ ദിവസം സ്ലൈറ്റ്ലി ഇടിഞ്ഞ് 14.99. MOEX റഷ്യൻ മാർക്കറ്റ്, അതിന് മുകളിലുള്ള FTSE UK, CAC 40 ഫ്രാൻസ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് നടത്തി. കൂടാതെ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2082 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത മേജർ US കമ്പനികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ NVIDIA 4% റാലി രേഖപ്പെടുത്തി. മറ്റുള്ള ആമസോൺ, അതല്ലെങ്കിൽ അതിൻ്റെ താഴെ ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻ്റൽ, നെറ്റ്ഫ്ലിക്സ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് നടത്തി. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. PCR 0.9, മേജർ സപ്പോർട്ട് സോൺ 22,200, 22,100, 22,000 എന്ന റേഞ്ചാണ്. റെസിസ്റ്റൻസ് സോൺ ഇപ്പോൾ ഉള്ളത് 22,800 ബാങ്ക് നിഫ്റ്റി സ്പോട്ട് 47,300, PCR 1, സപ്പോർട്ട് സോൺ 47,000, 46,500, റെസിസ്റ്റൻസ് സോൺ 48,000, 48,500. എനിവേ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം.